ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. മാർപ്പാപ്പ തൻ്റെ അപ്പോസ്തലിക പ്രബോധന അധികാരം ഉപയോഗിച്ച് വിശ്വാസവും ധാർമ്മികതയും ആനുകാലിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സാർവത്രിക സഭയ്ക്ക് നൽകുന്ന പ്രബോധനങ്ങളാണ് ചാക്രിക ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ 4-ാമത്തെ ചാക്രിക ലേഖനം ദൽസിത് നോസ് അഥവാ നമ്മെ സ്നേഹിച്ചവൻ ഈ അടുത്തിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ചാക്രിക ലേഖനങ്ങൾ എഴുതപ്പെടുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ വരിയിലെ ആദ്യ പദമാണ് ആ ചാക്രിക ലേഖനത്തിൻ്റെ പേരായി സ്വീകരിക്കുക. ഈ ചാക്രിക ലേഖനം ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിക്കുക വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 37-ാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാ കാര്യങ്ങളിലും നാം പൂർണ്ണ വിജയം കൈവരിക്കുന്നു. ഈ ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുക ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദൈവിക മാനുഷിക തലങ്ങളെ ധ്യാനിക്കാനാണ്. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ 4-ാമത്തെ ചാക്രിക ലേഖനത്തിൻ്റെ മുഖ്യ പ്രമേയമായി ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെ തിരഞ്ഞെടുത്തത്? 1673 ഈശോ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് തൻ്റെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തി നൽകുക. ഈ സംഭവം നടന്നതിൻ്റെ 350-ാം വാർഷികമാണ് നാം ഇപ്പോൾ ആഘോഷിക്കുക. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെടുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹൃദയത്തിനുള്ള സ്ഥാനത്തെ തിരിച്ചറിയുവാനും അങ്ങനെ ഹൃദയത്തിലേക്ക് മടങ്ങുവാനുമാണ്. ആധുനിക ചിന്താധാരകളൊക്കെ ഹൃദയത്തെ കണക്കാക്കുക കേവലം ഒരു അവയവം മാത്രമായിട്ടാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം ചംക്രമണം ചെയ്യുന്ന ഒരു അവയവം. അങ്ങനെ വ്യക്തികളോട് ഹൃദയത്തിൻ്റെ സ്വരത്തെ കേൾക്കാതെ യുക്തിയെ ശ്രവിക്കുവാനും അങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പിൻചൊല്ലുവാനും ആവശ്യപ്പെടുന്നത് വഴി ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹൃദയത്തിനുള്ള സ്ഥാനം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുക, ഹൃദയമെന്ന് പറയുന്നത് ഓരോ വ്യക്തി തന്നെയാണ്. കാരണം ഹൃദയമാണ് ഓരോ വ്യക്തിയുടെയും സവിശേഷമായ വ്യക്തിത്വത്തെയും ചിന്താധാരകളെയും പെരുമാറ്റത്തെയും ആത്മീയതയും രൂപപ്പെടുത്തുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങളെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ യുക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിബന്ധങ്ങളൊക്കെ കാലാന്തരത്തിൽ ശിഥിലമാക്കപ്പെടും എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പങ്കുവയ്ക്കുക. കാരണം വ്യക്തിബന്ധങ്ങൾ രൂപപ്പെടുന്നത് ഹൃദയത്തിൻ്റെ ഊഷ്മളതയും കരുതലും വഴിയാണ്. അങ്ങനെ ഹൃദയം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന, സ്നേഹം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന ഉത്തരം ഈശോയുടെ തിരുഹൃദയമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറയുക, സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കമെന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയമാണ്. ദൈവ സ്നേഹവും കരുണയും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമാണ് ചുങ്കക്കാരനായ സക്കേവൂസിനെയും നിക്കോദേമോസിനെയും പാപത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയെയും ബർത്തേമ്യൂസിനുമൊക്കെ വീണ്ടെടുക്കുക. ഈ തിരുഹൃദയം തന്നെയാണ് തൻ്റെ പ്രിയ സുഹൃത്തായ ലാസർ മരിച്ചപ്പോൾ വിതുമ്പിയതും ഗത്സമൻ തോട്ടത്തിൽ അതികഠിനമായ പീഡകളിലൂടെ കടന്നുപോയതും കാൽവരിയിൽ അവസാന തുള്ളി രക്തം പോലും നമുക്കായിട്ട് ചിന്തിയതും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, അനന്തമായ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യ ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയമെന്നാണ്. കാൽവരിയിൽ അവസാന തുള്ളി രക്തം പോലും ചിന്തിയ ഈശോയുടെ തിരുഹൃദയം ഇന്നും നമുക്കായിട്ട് മിടിക്കുന്നുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മോട് പറയുക, നമുക്കായിട്ട് മിടിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൽ പരിപൂർണമായ ശരണം വയ്ക്കാനാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള നമ്മെ ഓർമ്മിപ്പിക്കുക, നമ്മുടെ ആത്മീയത ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ആത്മീയ സംഭാഷണമാക്കി രൂപപ്പെടുത്താനാണ്. വിശുദ്ധ ഫൗസ്റ്റീന നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുക, കാൽവരിയിൽ വെളിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെയും കരുണയെയും നിരന്തരം ധ്യാനിക്കാനാണ്. ഈശോയുടെ തിരുഹൃദയ സ്നേഹം നമ്മെ ആത്യന്തികമായി നയിക്കുക അബ്ബ പിതാവിലേക്കാണ്.
തിരുഹൃദയ സ്നേഹത്തെ നിരന്തരം ധ്യാനിക്കുന്നത് വഴി, ഈ തിരുഹൃദയ സ്നേഹത്തെ സ്വായത്തമാക്കുന്നതിലൂടെ യുദ്ധവും വെറുപ്പും നിറയുന്ന ആധുനിക ലോകത്തെ വീണ്ടെടുക്കാനാവുമെന്ന പ്രത്യാശ പങ്കുവെച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനം അവസാനിപ്പിക്കുക. ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന, നവീകരിക്കുന്ന ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തെ നാമൊക്കെ സ്വന്തമാക്കുന്നതിലൂടെ ഈശോ വിഭാവനം ചെയ്ത ദൈവരാജ്യം ഭൂമിയിൽ പടുത്തുയർത്താനാവും എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ചെറിയൊരു കഥ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ വയോധികനായ ഒരു സന്യാസി ഒരു പുഴയുടെ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ വളരെ വിലപിടിപ്പുള്ള ഒരു രത്നക്കല്ല് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഉടൻ തന്നെ ആ രത്നക്കല്ല് അദ്ദേഹം തൻ്റെ സഞ്ചിയിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിക്കുന്ന ഒരു കള്ളൻ ഈ വയോധികനായ സന്യാസിയെ സമീപിച്ച് ഭക്ഷണം തരുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. തൻ്റെ സഞ്ചിയിൽ കരുതിയിരുന്ന ഭക്ഷണം അയാൾക്ക് നൽകുമ്പോൾ ആ സഞ്ചിയിലുണ്ടായിരുന്ന വിലപിടിച്ച രത്നക്കല്ല് ഈ കള്ളൻ കാണുകയാണ്. ഉടൻ തന്നെ ആ കല്ല് തനിക്ക് വേണമെന്ന് അയാൾ പറയുന്നുണ്ട്. യാതൊരു മടിയും കൂടാതെ സന്തോഷത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ഈ സന്യാസി ആ കല്ല് അയാൾക്ക് നൽകുകയാണ്. അങ്ങനെ കല്ല് കിട്ടിയ സന്തോഷത്തിൽ ആ കല്ല് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുമൊക്കെ ധരിക്കാം എന്ന സ്വപ്നം കണ്ടുകൊണ്ട് അയാൾ മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഒരു ഉൾവെളിച്ചം കടന്നു വരുന്നുണ്ട്. തനിക്ക് ഇത്രയും വിലയേറിയ കല്ല് സമ്മാനമായി നൽകിയ ആ സന്യാസിക്ക് തീർച്ചയായിട്ടും ഈ കല്ലിനേക്കാൾ വിലപിടിച്ച മറ്റെന്തോ തനിക്ക് നൽകാൻ കഴിയുമെന്ന ഒരു ബോധ്യം അയാളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. തൊട്ടടുത്ത നിമിഷം അയാൾ ഈ സന്യാസിയെ തേടി യാത്രയാവുകയാണ്. അവസാനം ഈ സന്യാസിയെ കണ്ടെത്തുമ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും വില കൂടിയ കല്ലായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കല്ല് യാതൊരു മടിയും കൂടാതെ എനിക്ക് നൽകിയത്? ഈ കല്ല് എനിക്ക് നൽകുവാൻ താങ്കളെ പ്രേരിപ്പിച്ച ആ കൃപ, ആ സമ്മാനം എനിക്ക് നൽകിയാലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളൻ ആ സന്യാസിയുടെ ശിഷ്യനാവുകയാണ്. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള എന്ത് വലിയ അനുഗ്രഹമാവട്ടെ, ഒരുപക്ഷെ അത് നിങ്ങളുടെ കുടുംബമാവാം, ജീവിത പങ്കാളിയാവാം, മക്കളാവാം, നിങ്ങളുടെ ജോലിയാവാം, സമ്പത്താവാം, എന്തുമാവട്ടെ, അതെല്ലാം ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളാണ്. പലപ്പോഴും ഈ സമ്മാനങ്ങൾക്ക് വേണ്ടി നാം തിരുഹൃദയത്തെ സമീപിക്കാറുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ നേടിക്കഴിയുമ്പോൾ പലപ്പോഴും ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെ നാമൊക്കെ മറന്നു പോവാറുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ചാക്രിക ലേഖനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം ഈശോയുടെ തിരുഹൃദയമാണ്. അളവുകളും പരിധികളുമില്ലാത്ത ആ തിരുഹൃദയ സ്നേഹമാണ്. അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയെ, അവൻ്റെ തിരുഹൃദയത്തെ മറന്നു പോവാതെ നമുക്ക് ആ തിരുഹൃദയത്തിൽ ചാരിക്കിടന്നുകൊണ്ട് ആ തിരുഹൃദയത്തെ സ്വന്തമാക്കാം. അങ്ങനെ മാനസാന്തരത്തിലൂടെ ഈ ലോകത്തിൽ നന്മ വരുത്തുന്ന സ്നേഹത്തിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് മാറാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.